വെക്കുകയാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ സത്യത്തിന്റെ മാർഗം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നതിന് മാനദണ്ഡം പറഞ്ഞിട്ട് وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. മുൻഗാമികളായ മുഅ്മിനീങ്ങൾ, മഹാന്മാർ, അവർ ജീവിച്ചു വന്ന വഴി പിന്തുടരണം. അല്ലാത്തവർക്ക് അല്ലാഹുവിങ്കൽ ശിക്ഷയുണ്ടാകും, ഭൗതിക ലോകത്ത് വിഷമമുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാ. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു മാർഗം മുൻഗാമികളായ സച്ചരിതരായ മുൻഗാമികളായ സത്യവിശ്വാസികൾ നടന്നു വന്ന മാർഗം, അത് അവലംബിക്കുന്നവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പുതിയ വിവാദങ്ങൾ വലിച്ചിട്ട കക്ഷികൾ രംഗത്ത് വന്നപ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറല്ലാഹു മർഖദഹു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൻ നവറല്ലാഹു മർഖദഹു തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ ചുരുക്കി പറയുകയാണ്. വിശദമായി ഞാൻ കഴിഞ്ഞ ഉലമ കോൺഫറൻസിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ CD ഇറങ്ങുമ്പോൾ വാങ്ങി കേൾക്കാം. സുഹൃത്തുക്കളെ, ഈ സമസ്ത അതിന്റെ ആദ്യകാലം മുതലേ അതിന്റെ കടപ്പാട് നിർവഹിച്ചിട്ടുണ്ട്. ഇന്നും അത് നിർവഹിക്കുന്നുണ്ട്. ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിതോചിതമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദും ആണ്. ഇതൊരു വസ്തുതയാണ്. അതല്ല എന്ന് ഇവിടെ കുറ്റ്യാടിയിൽ വന്ന് ചിലർ പ്രസംഗിച്ചു. അവരതിന് തെളിവ് പറഞ്ഞത് ഒരു ഡിസ്ട്രിക്ട് രജിസ്ട്രാർ തീരുമാനിച്ചത് സമസ്ത ഇതല്ല, അപ്പുറത്തുള്ളതാണ് എന്നാണ്. അപ്പൊ സമസ്ത സത്യമാണോ അല്ലേ എന്നത് തീരുമാനിക്കുന്നത് ഒരു ഡിസ്ട്രിക്ട് രജിസ്ട്രാറാണ്. ഞങ്ങളത് അങ്ങനല്ല. ഞങ്ങളെ സമസ്ത സത്യമാണെന്ന് തീരുമാനിക്കുന്നത് ഈ കേരളത്തിലും പുറത്തുമുള്ള പണ്ഡിതന്മാരാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഏതോ ഒരു രജിസ്ട്രാർ തീരുമാനിക്കുന്ന സമസ്തയുടെ പിന്നാലെ പോകാൻ മുസ്ലിംകൾക്ക് മതപരമായി ബാധ്യതയില്ല. ഇത് ആദ്യമായി തന്നെ പറയും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്ണിയത്ത് ഉസ്താദ് അവറുകളാണെങ്കിലോ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർ, മറ്റൊന്ന് ശംസുൽ ഉലമ EK അബൂക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണ്. അവിടത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. എന്റെ സദസ്സിലുള്ളവരും ഈ മുന്നിലിരിക്കുന്ന മൊയ്തു ഫൈസി അടക്കം പലരും EK ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഓർക്കണം, മഹാനവറുകളോട് ഞങ്ങൾക്ക് ബഹുമാനമാണ്. പക്ഷേ മഹാന്മാരായ സഹാബത്തിനോടൊക്കെ നമുക്ക് ബഹുമാനമാണ്. ആ സഹാബത്തിനിടയിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ ഇജ്തിഹാദിയായ കാരണങ്ങളെ കൊണ്ട് തമ്മിൽ ഭിന്നിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറവും എത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്കുള്ള കൽപ്പന, നമ്മളതിൽ കയറി സംസാരിക്കാൻ പാടില്ല, മുഴുവൻ സഹാബത്തിനെയും ബഹുമാനിക്കണം എന്നാണ്. ഇത് സുന്നത്ത് ജമാഅത്താണ്. ഇതുപോലെ കണ്ണിയത്ത് ഉസ്താദ്, ഉള്ളാൾ തങ്ങൾ, EK ഉസ്താദ്, MA ഉസ്താദ് തുടങ്ങിയ AP ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ, അവർക്കിടയിൽ ചിലപ്പോൾ സംഘടനാപരമായ ഭിന്നതകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന് സംഘടനാപരമായ കാരണങ്ങളും ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സംഘടനാപരമായ കാരണങ്ങൾ ഉണ്ട്. സംഘടന ഒരു കാര്യം ഏകകണ്ഠമായി തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിന് അനുസരിച്ച് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ചിലർ കൂട്ടുചേർന്നില്ല. അങ്ങനെയൊക്കെ തുടങ്ങി ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. കടന്നുകൊണ്ട് സമുദായത്തിന് പ്രത്യേക കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഭിന്നിപ്പ് സംഭവിച്ചു പോയി. ആ ഭിന്നിപ്പിൽ വേദനിക്കുന്നവരാണ് ഈമാനുള്ളവരെല്ലാം.